പ്രവേശിച്ചിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ ഇടവകയിലെ വിശുദ്ധവാര ശുശ്രൂഷ ചെയ്യാൻ പോയപ്പോൾ ഉയർപ്പ് ഞായറാഴ്ച രാത്രിത്തെ കുർബാന കഴിഞ്ഞിട്ട് രാവിലെ നമ്മുടെ 7:30 കുർബാന ഇല്ലയോ. അപ്പോൾ 7:30 കുർബാന ഇല്ലുമ്പോൾ കർത്താവിൻ്റെ മനസ്സിൽ തോന്നിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് അത് നമുക്കെല്ലാം ശരിക്കും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതായിരുന്നു എൻ്റെ അവിടുത്തെ ഉത്ഥാനത്തിന് ഈസ്റ്റർ സന്ദേശം എന്ന് പറയുന്നത്. അതായത് ആരാണ് പീഡാനുഭവത്തിൽ പങ്കുചേരുന്നത് അവർ തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ആരാണ് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ആരാകുന്നത് അവർ തന്നെ ആയിരിക്കും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികൾ. ഇത് മർക്കോസ് വായിക്കുമ്പോൾ കുറച്ചുകൂടി അത് വ്യക്തമാകും. അതായത് മർക്കോസിലെ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15:40 അല്ലെങ്കിൽ 16:1, മർക്കോസ് 16:1, സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദല മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിലേക്ക് പോയി. അപ്പം എൻ്റെ താരക്കുണ്ട് കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷികളെ അല്ലെങ്കിൽ തിരുവുത്ഥാനത്തിൻ്റെ കല്ലറയ വാതിക്കൽ ആദ്യം എത്തിയിരിക്കുന്നത് ആരൊക്കെയാണ്? കുറച്ച് ചേച്ചിമാരാ. ആരൊക്കെയാണ്? മേരി മഗ്ദലിൻ, അതുപോലെ തന്നെ സലൂമി, പിന്നെ അതുപോലെ തന്നെ യാക്കോബിൻ്റെ അമ്മയായ മറിയവും. ഇത്രയും ആൾക്കാരാണ് ഫസ്റ്റായിട്ട് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിലെ അല്ലെങ്കിൽ ആ മുഹൂർത്തങ്ങളെ ചുറ്റിപ്പറ്റി ആദ്യം അവിടെ എത്തുന്ന മനുഷ്യൻ്റെ പാതകങ്ങൾ. അതായത് മനുഷ്യൻ്റെ പുനരുത്ഥാനത്തിൻ്റെ നിമിഷങ്ങളിൽ കല്ലറവാതിക്കൽ പതിയുന്ന കുറേ കാൽച്ചുവടുകളുണ്ട്. അതിലൊന്ന് മേരി മഗ്ദലിൻ്റെതാണ്. ഇനി യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? പുനരുത്ഥാനം ചെയ്ത യേശുവിനെ കണ്ട പ്രഥമ സാക്ഷി ആരാണ്? മേരി മഗ്ദലിനാണ് പ്രഥമ സാക്ഷി. അപ്പോൾ ഈ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികൾ തന്നെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന മരണസമയത്ത് കർത്താവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ആൾക്കാർ. കുരിശിൻ്റെ വഴി കഴിഞ്ഞ് വീട്ടിൽ പോകാതെ കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ രക്തത്തിൽ ചവിട്ടി നിന്നിരുന്ന ആൾക്കാരെ അത് രേഖപ്പെടുത്തുന്ന മർക്കോസ് തന്നെയാണ്. മർക്കോസ് 15:40, മർക്കോസ് 15:40 ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറേ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദല മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും സലോമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സെയിമാണിതെല്ലാം. അതായത് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കെടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൽ പങ്കാളിത്തം, പ്രഥമ പങ്കാളിത്തം. അതായത് വ്യത്യാസം. അതായത് അത് ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇവിടെയൊക്കെ വരണത്. പത്രോസിൻ്റെ പീഡാനുഭവത്തിലുള്ള പങ്കുചേരലും പുനരുത്ഥാനത്തിലുള്ള പങ്കുചേരലും വളരെ മാത്തമാറ്റിക്കലായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. പത്രോസ് ഇടയ്ക്ക് വെച്ച് പോയ ആളാണ്, അല്ലേ?
ഒന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ, ഉദ്ധാനം ചെയ്ത മിശിഹായെ ഞങ്ങൾ അങ്ങേ ആരാധിച്ചു വണങ്ങുന്ന കർത്താവേ, ഉദ്ധാന അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഉടമ്പടിയെടുത്ത ഓരോ മക്കൾക്കും കർത്താവേ, അവരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഉദ്ധാന അനുഭവം പകരണമേ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:54. വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 22:54 പറയണത്, പത്രോസ് പീഡാനുഭവ സമയത്ത് അകലെ കൂടി കർത്താവിനെ അനുഗമിച്ചു. കർത്താവിൻ്റെ കഷ്ടപ്പാടിന് അകലെ നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തെന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവിൻ്റെ പീഡാനുഭവത്തിന് അകലെ നിന്ന് കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ പീഡാനുഭവങ്ങളുടെ സമയത്ത് കർത്താവിൻ്റെ പീഡാനുഭവത്തോട് ഇത് ചേർത്ത് വെക്കാൻ നമുക്ക് സമയം ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മൾ അകലെയാണ്. അപ്പോൾ തിരുവുദ്ധാനത്തിലും പത്രോസിനേക്കാളും മുമ്പ് യോഹന്നാൻ ഓടിക്കയറാനുണ്ടായിരുന്ന ഒരു കാരണം അതാണ്. തിരുവുദ്ധാനത്തിൽ പത്രോസ് പുറകിലായിപ്പോയി, യോഹന്നാൻ ഓടിക്കയറിയെന്നാണ് പറയണത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ഉദ്ധാനത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളാൽ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി. മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? യോഹന്നാൻ. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗം ഓടി ആദ്യം കല്ലറവാതിക്കലെത്തി. യോഹന്നാൻ 23, യോഹന്നാൻ്റെ സുവിശേഷം 23. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? അവിടെ പത്രോസ് പിന്നിലായിപ്പോയി, പ്രഥമ സാക്ഷിയല്ല. തിരുവുത്ഥാനത്തിൻ്റെ കല്ലറ എന്ന് പറയുന്ന അതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം യേശുവല്ല, കല്ലറ തന്നെയാണ്. തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷ്യം എന്ന് പറയണ, പ്രഥമ തെളിവെന്ന് പറയണത് യേശു അല്ല, ശൂന്യമായ കല്ലറയാണ്. ശൂന്യമായ കല്ലറയാണ് തിരുവുത്ഥാനത്തിൻ്റെ പ്രഥമ തെളിവെന്ന് പറയണത്. ഈ തെളിവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാ? യോഹന്നാനാ. പിന്നാലെ വന്ന പത്രോസ് പിന്നീടാണ് അകത്ത് പ്രവേശിക്കുന്നത്. കാര്യം, മാലാഖ പറയുന്ന, മേരി മകൻ പറയുന്ന വാക്ക്, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? യേശുവിനെ. എങ്കിൽ അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് നീ കാണാൻ. നമുക്ക് കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് യേശുവിനെ അല്ല, കല്ലറയാണ്. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, യേശുവിനെ. അവൻ ഇവിടെ ഇല്ല, അരുളി ചെയ്ത പോലെ ഉയർത്തെഴുന്നേറ്റു, അവൻ കിടന്നിരുന്ന സ്ഥലം വന്ന് കാണുക. അപ്പോൾ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കണത് എന്താ? യേശുവിനെ എടുക്കപ്പെട്ട ശൂന്യമായ കല്ലറയാണ്. അതാണ് തെളിവ്. ആദ്യത്തെ ശൂന്യമായ കല്ലറ. അവിടെ യോഹന്നാൻ നോക്കുമ്പോൾ കർത്താവിനെ പൊതിഞ്ഞിരുന്ന വക്കുശീല കിടക്കുന്നുണ്ട്. യോഹന്നാന് ഭാഗികമായ തെളിവ് കിട്ടി. പിന്നാലെ വന്ന പത്രോസ് അകത്ത് കയറിയപ്പോൾ അവൻ വേറെ ഒരു തെളിവ് കണ്ട്. എന്താണ്? യേശുവിൻ്റെ ശിരസ് മൂടിയിരുന്ന തൂവാല, അത് കക്ഷയോട് കൂടി അല്ലാതെ വേറെ ഒരു മൂലയ്ക്ക് ചുരുട്ടി വെച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് രണ്ടാമത്തെ തെളിവ്. എന്താണ്? തലപ്പാവ്, തലമുടി കെട്ടിയിരിക്കുന്ന, അതൊരു കൊക്കൂൺ പോലെയാണ് വർക്കൗട്ട് ചെയ്യണത്. കൊക്കൂണെന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ അരളി ഇലയുടെ ഉള്ളിലൊക്കെ പക്കി മുട്ടയിട്ട് വെച്ചേക്കല്ലേ, വെള്ളി മുട്ട, സ്വർണ്ണ മുട്ട അല്ലേ? നമ്മൾ നോക്കുമ്പോൾ അതിനകത്തൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ചിത്രശലഭം, പുഴുവായിരുന്നു ചിത്രശലഭം. ആ ചിത്രശലഭമായിട്ടത് പറന്നു പോകും. പക്ഷെ അതിൻ്റെ തൊണ്ട് മാത്രം അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കർത്താവിൻ്റെ ബോഡി ഇതിൽ നിന്ന് തിരുവുദ്ധാനം ചെയ്ത് പ്രകാശമാനമായി റിലീസ്ഡായിട്ട് പോകും. അപ്പോഴവിടെ അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് പറയുന്നത്. ആ ചുരുൾ അഴിഞ്ഞിട്ടില്ല, ഊർന്നു പോയതാ. ചുരുളഴിയാതെ തന്നെ അതുപോലെ ഇരിക്കുക. അവിടെ നിന്ന് ബോഡി പ്രകാശമായി മാറിയപ്പോൾ അത് ഊർന്നു പോയി. അതാണ് ചുരുട്ടി വെച്ചിരിക്കണമെന്ന് യോഹന്നാൻ വളരെ കൃത്യമായി പറയണത്.
അത് യോഹന്നാൻ്റെ സുവിശേഷമാണ് 20:2 ചുരുട്ടി വെച്ചിരിക്കുന്നതെന്ന്. ഇത് യോഹന്നാൻ ഇതിനെക്കുറിച്ച് പിന്നീട് പറയും. ഇത് കണ്ടവനാണ് നിങ്ങളോട് സാക്ഷ്യപ്പെടുത്തുന്നത്, അവൻ്റെ സാക്ഷ്യം സത്യമാണ്. യേശു പറഞ്ഞത് ചെയ്തതും ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ആണ്. അതെല്ലാം എഴുതി വെച്ചാൽ ലോകത്തിലുള്ള മഷി തികയത്തില്ല, പുസ്തകവും തികയത്തില്ല. അത്രയും വലിയ അവസാന കാലങ്ങളായപ്പോൾ അനുഭവങ്ങളുടെ ഒരു വെള്ളച്ചാട്ടമാണ് ഉണ്ടായത്. യേശു അനുഭവങ്ങളുടെ, യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടാകുന്ന വിഷയം, നിങ്ങൾക്ക് യേശു കുഞ്ഞുങ്ങളെ തന്നു, അല്ലെങ്കിൽ പെര വെച്ച് തന്നു, അല്ലെങ്കിൽ ജോലി തന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ അറിയാൻ പാടുള്ളൂ. പക്ഷേ ഇതല്ല യേശു. ഇത് സാധാരണമായ ഒരു സന്ധിക്കുന്ന യേശുവാണ്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ യേശുവിനെ അന്വേഷിക്കണം. അപ്പം തിന്ന് സംതൃപ്തരായ ജനം വീണ്ടും കർത്താവിനെ അന്വേഷിച്ചു. അവരുടെ കൂട്ടത്തിൽ പിന്നെ അപ്പം കിട്ടുക ആലോചന ഉള്ളവരുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മേലെ എന്താണ് ഈശോ എന്ന് കാണാൻ അന്വേഷിച്ചു. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, അടിസ്ഥാന ജീവിതം ആവശ്യങ്ങൾക്കപ്പുറത്ത് മനുഷ്യന്റെ മനസ്സ് അന്വേഷിക്കുന്ന ആത്യന്തികമായ അർത്ഥമായി യേശുവിനെ അനുഭവിക്കുവാൻ അഭിഷേകം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈ കുരിശിൻ്റെ ചുവട്ടിലും, അതായത് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്ന ഒരാൾ, പ്രധാനപ്പെട്ട ഒരാൾ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല. ആരാണത്? കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന പ്രധാനപ്പെട്ട ഒരാൾ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കൽ ഇല്ല. ആരാണത്? അമ്മ. അമ്മ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കലേക്ക് പോയില്ല. വൈ? എന്തുകൊണ്ടാണ് അമ്മ തിരുവുദ്ധാനത്തിൻ്റെ കല്ലറവാതിക്കലേക്ക് പോകാതിരുന്നത്? കാരണം അമ്മ തിരുവുദ്ധാനത്തിൻ്റെ ഈ തത്സമയ സാക്ഷിയല്ല. അതിനേക്കാൾ ഉപരി അമ്മ ഒരു മുൻസാക്ഷിയാണ്. തിരുവുദ്ധാനത്തിൻ്റെ പിൻസാക്ഷികളുണ്ട്, മുൻസാക്ഷിയുമുണ്ട്. പിൻസാക്ഷികൾ തിരുവുദ്ധാനം കഴിഞ്ഞ് സംഭവിക്കുന്ന സമയത്ത് അവിടെ എത്തുന്ന ആൾക്കാരാണ് യോഹന്നാൻ, പത്രോസ്, മേരി മാഗ്ഡലേൻ, അതുപോലെ തന്നെ സലോമി. അവരെല്ലാം തിരുവുദ്ധാനം കഴിഞ്ഞ് വരുന്ന പിൻസാക്ഷികളാണ്. അമ്മ ആരാണ്? തിരുവുദ്ധാനത്തിൻ്റെ മുൻസാക്ഷിയാണ്. കാര്യം മംഗളവാർത്തയിലെ അമ്മയുടെ ഈശോയുടെ തിരുവുദ്ധാനം പറഞ്ഞാണ് അമ്മയോട് ഈശോയിനെ ഗർഭം ധരിക്കാൻ പറയണത്. അതിനാണ് അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയണത്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:33. എന്താ പറയണത്? നീ അവന് യേശു എന്ന് പേരിടണം, അവൻ വലിയവനായിരിക്കും. എങ്ങനെ വലിയവനായിരിക്കും? യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ വലിയവനായിരിക്കും. പിന്നെ ഒരു കാര്യം പറയും തിരുവുദ്ധാനത്തെക്കുറിച്ച്. എന്താ പറയണത്? അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതാണ് സംഭവം. അതാണ് തിരുവുദ്ധാനത്തിൻ്റെ മെസ്സേജ്. അതാണ് വിശുദ്ധ ലൂക്ക 1:33. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അവസാനമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ, ഐഹികമല്ലാത്ത ഒരു രാജ്യത്തിൻ്റെ നിത്യ സാന്നിധ്യമായി അവൻ നിലനിൽക്കും. ഏത് മരണം ഉണ്ടായാലും അവൻ ഉത്ഥാനം ചെയ്തിരിക്കും. അതാദ്യം പറഞ്ഞത് ആരോടാണ്? അമ്മയോടാണ്. ഇത് കേൾക്കുമ്പോഴാണ് അമ്മ പറയണത് ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ അമ്മ ആരുടെ ദാസിയാണ്? തിരുവുദ്ധാനത്തിൻ്റെ സാക്ഷ്യമാണ് അമ്മ പറയണത്. തിരുവുദ്ധാനത്തിൻ്റെ സാക്ഷിയാണ്. ഒരു പക്ഷേ മുൻസാക്ഷി. തിരുവുദ്ധാനത്തിൻ്റെ മുൻസാക്ഷിയായിട്ട്
ഒരാൾ മാത്രമേ ഉള്ളൂ, അത് അമ്മയാണ്. സഭ ഇനിയും അമ്മയെക്കുറിച്ച് എന്തുമാത്രം സഭയ്ക്ക് കിട്ടാനുണ്ട്. സഭ നൂറ്റാണ്ടുകളായിട്ടുള്ള ചില വേവലാതികളും വിവാദങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്നല്ലാതെ അമ്മ ആരാണെന്നുള്ള പഠനങ്ങൾ ഇനിയും ശരിക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടി, അല്ലാതെ ദൈവശാസ്ത്രജ്ഞന്മാരുടെ ബുദ്ധിയുടെ ഗിമിക്ക് കൊണ്ടല്ല, എളിമയോടെ പരിശുദ്ധാത്മാവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് വിനയത്തോടെ ചോദിച്ച് മേടിക്കേണ്ട രഹസ്യമാണ് തിരുവുത്ഥാനവും അതുപോലെ പരിശുദ്ധ അമ്മയും, അമ്മയുടെ സാന്നിധ്യവും ദൗത്യവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, ദൈവം കൂടെ വരുന്ന സംവിധാനത്തിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് അമ്മയുടെ തിരു സാന്നിധ്യം ഇപ്പോൾ അഭിഷേകമാകണമേ, ദിവ്യകാരുണ്യ സ്പർശനം നൽകണമേ, ഉടമ്പടി നിയോഗങ്ങൾ ആശീർവദിക്കണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് പുനരുത്ഥാനത്തിൻ്റെ വിശ്വാസം, ഇത് നമ്മൾ ആഗീരണം ചെയ്യാനുള്ള സമയമാണ്, അതിനെടുക്കുന്ന സമയമാണ്, ക്രിസ്തു സാക്ഷ്യത്തിനെടുക്കുന്ന സമയം. അഥവാ പുനരുത്ഥാനത്തിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ അറിയാൻ, അനുഭവിക്കാൻ നമ്മൾ എടുക്കുന്ന സമയം. ആ സമയം തന്നെയാണ് നിത്യജീവൻ്റെ അനുഭവിക്കാൻ, നിത്യസന്തോഷം അനുഭവിക്കാൻ എടുക്കുന്ന സമയവും. കാര്യം പുനരുത്ഥാനവും നിത്യജീവനും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഈ ബോഡിയില്ലേ, ഇത് കണ്ണിമേക്കുന്ന നേരം കൊണ്ട് അത് തേജോമയമായ ശരീരമായിട്ട് മാറും. അത് മണ്ണിൽ കുഴിച്ചിട്ടാലും മാറും, കത്തിച്ചാലും മാറും. കർത്താവ് വിളിക്കുമ്പോഴേ ഈ ചാരത്തിൽ നിന്നാണെങ്കിലും മണ്ണിൽ നിന്നാണെങ്കിലും യേശുവിനെ വിശ്വസിക്കുന്നവൻ തേജോമയ ശരീരമായിട്ട് മാറും. ഇത് ക്രൈസ്തവരും അക്രൈസ്തവരും ഈ സത്യം മനസ്സിലാക്കണം. നിങ്ങളെ കത്തിച്ചെന്ന് പറഞ്ഞാലും സഭാവിശ്വാസിയെ കുഴിച്ചിട്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ യേശുവിനെയാണ് നിത്യരക്ഷയുടെ അടിസ്ഥാനമായിട്ട് കണ്ട് ആരാധിക്കുന്നതെങ്കിൽ യു വിൽ ബി റിസൺ, യുവർ ബോഡി വിൽ ബി റിസൺ. നിൻ്റെ ശരീരവും തെജവുമായ ശരീരമായി മാറിയിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ നിത്യതയോളം വാഴും. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ഇരു കരങ്ങൾ ഉയർത്തി അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത മക്കൾക്കെല്ലാം കർത്താവേ വലിയ രക്ഷാകവചം തീർക്കണമേ, നിത്യരക്ഷയുടെ കവചം തീർക്കണമേ, ദിവ്യകാരുണ്യത്തിന് സ്പർശനം നൽകണമേ, ഉടമ്പടി നിയോഗങ്ങളെ സ്പർശിക്കണമേ. മരിച്ചവരെന്നുള്ള പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും. മാത്രമല്ല ഞങ്ങൾ ദൈവത്തിന് വേണ്ടി കപടസാക്ഷ്യം വഹിക്കുന്നവരായി തീരുന്നു. എന്തെന്നാൽ ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചുവെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തി. മരിച്ചവർ യഥാർത്ഥത്തിൽ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ദൈവം ക്രിസ്തുവിനെയും ഉയർപ്പിച്ചിട്ടില്ല. മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവും ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിഷ്ഫലമാണ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ തന്നെ വർത്തിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ നശിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഈ ജീവിതത്തിനു വേണ്ടി മാത്രമാണ് യേശു ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾ എല്ലാ മനുഷ്യരെക്കാൾ ഹതഭാഗ്യവാന്മാരാണ്. എന്നാൽ നിദ്ര പ്രാപിച്ച എല്ലാവരുടെയും ആദ്യ ഫലമായി ക്രിസ്തു മരിച്ചവരുടെ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ഒരു മനുഷ്യൻ വഴി മരണമുണ്ടായതുപോലെ ഒരു മനുഷ്യൻ വഴി
പുനരുത്ഥാനവും ഉണ്ടായി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉദ്ധാനത്തിന്റെ പ്രബോധനത്തെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി. യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, വളരെ ഗുരുതരമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ദിവസങ്ങളാണിത്. കർത്താവിൻ്റെ തിരുവുത്ഥാനത്തിൻ്റെ ദിനങ്ങൾ. നമ്മൾ പലപ്പോഴും നിരാശയും സങ്കടവും വിഷമവും വേദനയൊക്കെ പറയുന്നത് ചിട്ടി വീണില്ല, ആട് പ്രസവിച്ചില്ല, ബാങ്കുകാരൻ ലോൺ തന്നില്ല, ഇങ്ങനെ വാടകക്കാരൻ ഒഴിയാൻ പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ സങ്കടപ്പെട്ട് ജീവിതകാലം മുഴുവനും ഓരോരോ വിഷയങ്ങളും അത് നടക്കാത്തതിൻ്റെ വേദനയും ഒക്കെയായിട്ട് നമ്മൾ അവസാനം മരിച്ചു പോകും. ആദ്യം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, ഇപ്പം വായിച്ചു കേട്ട വചനം ഏതാണ്? പൗലോസ് അപ്പോസ്തലൻ 1 കൊറിന്ത്യൻസ് 15:19 പറഞ്ഞ വചനമാണ്. എന്താണ്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ, ഒന്ന് പറഞ്ഞേ, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ എല്ലാ മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പം നമ്മൾ ഈ ജീവിതം എന്താ ഉള്ളത്? വിവാഹം, അതുപോലെ തന്നെ വിവാഹത്തിനുള്ള കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വീട് വെക്കുക, ജോലി വാങ്ങിക്കുക, ഇങ്ങനെ കുറേ ജീവിത ആവശ്യങ്ങളുണ്ട്. ഇനി മനുഷ്യന് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിലെ പ്രത്യാശ അർപ്പിച്ചെങ്കിൽ ക്രിസ്തുവിനെ അറിയാതെ മരിച്ചുപോയ മറ്റു മനുഷ്യരെ പോലെ നിങ്ങളും ഹതഭാഗ്യരായി പോകും. അതാണ് അതിൻ്റെ സത്യം. അപ്പോഴേ ഈ ജീവിതത്തിൻ്റെ അപ്പുറത്തും ഈ ജീവിതത്തിനും, അപ്പോൾ ഈ ജീവിതത്തെ ബൈബിൾ നിഷേധിക്കണില്ല. ബൈബിൾ എന്താ പറയണത്? ഈ ജീവിതത്തിന് വേണ്ടി മാത്രം നിങ്ങൾ യേശുക്രിസ്തുവിനെ, അതായത് മക്കളില്ലെങ്കിൽ മക്കളെ ലഭിക്കാനും, വിവാഹം ഒത്തു വന്നില്ലെങ്കിൽ വിവാഹം ഒത്തു വരാനും, വീടില്ലെങ്കിൽ വീട് വാങ്ങിക്കാനും മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നെങ്കിൽ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങൾ ഹതഭാഗ്യരാണ്. അപ്പോൾ യേശുവിനെ അന്വേഷിക്കുന്ന മക്കൾ ഈ ജീവിത ആവശ്യങ്ങളുടെ അപ്പുറത്ത് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ചില ആവശ്യങ്ങളുണ്ട്. എന്താണ്? നിത്യമായി ജീവിക്കുക എന്നുള്ള ആഗ്രഹങ്ങൾ. നിത്യമായി ജീവിക്കുക, നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നാൽ അതിന് ഒരു സംവിധാനവും ഈ ലോകത്തില്ല. നിത്യമായി ജീവിക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നാൽ അതിന് ഒരു സംവിധാനവും ഇല്ല. അങ്ങനെ ഒരു ദാഹം ഉണ്ടായിപ്പോയാൽ, എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല, സാധാരണ ജീവിത ആവശ്യങ്ങൾക്ക് അപ്പുറത്ത് ഒരു അഭിവാഞ്ചം ഉണ്ടാകണമെങ്കിൽ ആത്മീയ മനുഷ്യനെ ഉണ്ടാകത്തുള്ളൂ, ജഡമനുഷ്യനെ ഉണ്ടാകത്തില്ല. ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നതാണ് ദൈവ പൈതൽ. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ, ദൈവത്തിൻ്റെ പ്രേരണയാൽ നയിക്കപ്പെടുന്നവർ. ഇപ്പോൾ റോമാലേഖനം പറയുന്ന പോലെ ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിൻ്റെ മക്കളാണ്. അതാണ് 8:14 നമ്മൾ വായിക്കുന്നത് റോമാലേഖനത്തിൽ. അപ്പോഴവർക്ക് ഇത്രയേ ഉള്ളൂ ജീവിതം. കണ്ണടച്ച് കണ്ണ് തുറക്കുമ്പോൾ നമ്മൾ പഠിച്ചും തീരും, നമ്മൾ ജോലി കിട്ടി പെൻഷനുമാകും, നമുക്ക് പേരക്കിടാങ്ങളുമാകും,
അത്രേ ഉള്ളൂ ജീവിതം. ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ OIT-യുടെ IELTS-ൻ്റെയൊക്കെ പരീക്ഷ ഒരു 4-5 എഴുതിയിട്ടുള്ള ആൾക്കാർ ഓർക്കും, ദൈവമേ എന്തൊരു കുരിശാണ്, എത്ര ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞാലും നാട്ടിൽ ജീവിക്കാൻ പറ്റണില്ല. അത് തന്നെ ഏറ്റവും വലിയ പ്രശ്നം. എത്ര ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലും അപ്പൻ്റെ അമ്മയുടെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പല ആൾക്കാരും അപ്പനെയും അമ്മനെ അടക്കാൻ വേണ്ടിയാണ് തിരിച്ചു വരണത്. ലീവിന് വന്നേച്ചും നമ്മളെ തിരിച്ച് കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഒക്കെ തിരിച്ച് പോകുമ്പോൾ 67 വയസ്സുള്ള അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചില ഭാഷ നമ്മോട് സംസാരിക്കും. വേണേ ഒന്നുകൂടി നോക്കിക്കോ, ഇനി അടക്കാനായിരിക്കും വരേണ്ടി വരണത്. അപ്പോൾ നമ്മൾ വിമാനത്തിരിക്കുമ്പോൾ നമുക്കൊരു ചിന്ത, എന്നെ ഇവിടം വരെ ഉറക്കം നിന്ന് വലുതാക്കിയ ആളെ അവിടെ അവസാന കാലങ്ങളിൽ ഞാനില്ലല്ലോ എന്നോർക്കുമ്പോൾ, എന്നിട്ട് അയൽവാസികളെ വിളിച്ചു ചോദിക്കും അമ്മയ്ക്ക് എങ്ങനെ ഉണ്ടെന്ന്. കാര്യം അമ്മ ഫോൺ എടുക്കത്തില്ല, എടുക്കാൻ അത്രയും വശമില്ല ചിലപ്പോൾ, അല്ല സംസാരിക്കാൻ പറ്റാതെ. അമ്മയുടെ ആവശ്യങ്ങളും അവസ്ഥകളും അയൽവാസിയോട് അകലെയെന്ന് വിളിച്ച് ചോദിക്കുന്ന മകൻ ഇത്രയും അവരെ പഠിപ്പിച്ചത് എന്തിനാണെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചാൽ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരും. ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന്. എന്താ, കണ്ണുമേ അടച്ച് തുറക്കുമ്പോൾ ജീവിതം തീർന്നിട്ടാണേ ഇല്ല, ഇത്രയേ ഉള്ളൂ. നമ്മളെ കഷ്ടപ്പാട് നോക്കുമ്പോൾ ഭയങ്കരമാണ്. ഈ ജീവിതം ഒന്ന് നിലനിർത്തിയെടുക്കാൻ വേണ്ടിയുള്ള എന്തൊരു കഷ്ടപ്പാടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ കപ്പേര് വീട്ടിലോട്ട് പോയി. ഞാൻ ചോദിച്ച് എന്നാ കപ്പേര് വെച്ചാൽ ഉച്ചക്ക് പോകണതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ വേലക്കാർ നിൽക്കുന്നുണ്ട്. എന്ത് വേലക്കാരല്ല, ജോലിക്കാർ, ഏതാണ്ട് കൽപ്പണിയാൻ പറ്റുകയാണ്. അപ്പോൾ അവർക്ക് ചില സാധനങ്ങൾ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ചെന്ന് അത് വാങ്ങിച്ച് കൊടുത്തില്ലെങ്കിൽ അവന്മാർ പോയി വാങ്ങിക്കും. അവന്മാർ വഴിയിൽ നിന്ന് വർത്തമാനം പറഞ്ഞാൽ നമ്മുടെ 50 രൂപ പോകും. അതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ 50 രൂപ കളയണ്ട, മാം പോയിക്കൊള്ളാൻ പറഞ്ഞു. എന്താ കാര്യം? അപ്പം ഇങ്ങനെ 50 രൂപ 20 രൂപ 30 രൂപ ലാഭിക്കാൻ വേണ്ടി നമ്മളെന്ത് വട്ടോട്ടം ഓടിയിട്ടാണ് ഈ ജീവിതം ഒന്ന് കരിപ്പിടിപ്പിച്ചെടുക്കണത്. ഇതെല്ലാം കരിപ്പിടിപ്പിച്ചതിന് ശേഷം നമ്മൾ നേടിയെടുത്ത മക്കളും നമ്മൾ നേടിയെടുത്ത വസ്തുവോ വീടോ എന്തോ അതും നമ്മൾക്ക് പ്രയോജനപ്പെടുന്നില്ല എന്ന് തോന്നുന്നൊരു സമയം. ഈ പ്രാവശ്യത്തെ നോൻപ് എനിക്കൊരു നോൻപായിട്ട് തോന്നിയില്ല. എപ്പോഴും എനിക്ക് നോൻപായിട്ട് തോന്നുന്നതാണ്. എനിക്ക് അല്ലറ ചില്ലറ കുറച്ച് രോഗങ്ങൾ കർത്താവ് തന്നിരിക്കണ കാരണം കുറേ ഭക്ഷണങ്ങൾക്ക് നല്ല പഥ്യമുണ്ട്. അങ്ങനെ അനുദിനം ഞാൻ പഥ്യമായിട്ട് ഇവിടം വരെ എത്തിയിരിക്കുക. ഞാൻ ഇന്ന് വരെ എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ടില്ല ഇത് നീ തിരിച്ചെടുക്കണമെന്ന്. ഞാൻ പറയത്തില്ല. കാര്യം ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകനാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളിൽ എനിക്കൊരു പങ്കാളിത്തം തരണത് എന്താ? കർത്താവിൻ്റെ പീഡാസഹനങ്ങളുള്ള പങ്കാളിത്തമാണ്. അത് കർത്താവിൻ്റെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള പങ്കാളിത്തമാണ്. കർത്താവിൻ്റെ പീഡാസഹനങ്ങളൊരു പങ്കാളിത്തം തരുമ്പോൾ അത് കർത്താവിൻ്റെ വ്യക്തി ജീവിതത്തോടുള്ള എൻ്റെ പങ്കാളിത്തമാണ്. കർത്താവിൻ്റെ വ്യക്തി ജീവിതത്തോട് എൻ്റെ ക്ലേശങ്ങളെ കൊണ്ട് കർത്താവ് എൻ്റെ കരം ഗ്രഹിക്കുമ്പോൾ ഞാൻ എന്തിനാണ് കരം കുതറി മാറ്റണത്? ഐ വിൽ നോട്ട് ആസ്ക്. ഞാൻ സൗഖ്യത്തിന് വേണ്ടി ചോദിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് കൽപ്പിച്ച ആഹാരങ്ങളെല്ലാം ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞ ആഹാരങ്ങളെല്ലാം ഞാൻ കഴിച്ചിട്ടുമില്ല. അതുതന്നെ ജീവിതം മുഴുവൻ നോൻപാണ്. പിന്നെ നോൻപ് കാലത്ത് പ്രത്യേകിച്ച് നോൻപില്ല. ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ജീവിതം നമുക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് യൂസ്ലെസ് ആയിപ്പോയി. പഴങ്ങളതാണെങ്കിൽ ഭൂമിയിലുള്ള 3 പഴമേ എനിക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ.
മീനാണെങ്കിൽ 2 മീൻ കഴിക്കാൻ പറ്റും, ഒരു 2 തരം മീൻ കഴിക്കാൻ പറ്റും, അതും ചുരുക്കമാണ്, നിർബന്ധമില്ല. വേറെ ഇറച്ചി മുട്ട ഒരു സാധനം കഴിക്കാൻ പാടില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ ഞാൻ എന്താ ഇത് പറയാൻ കാര്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ യേശുക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിച്ച. എനിക്ക് ജീസസിനെ കൊണ്ട് ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നല്ല ആഹാരം കഴിക്കാനായിട്ട് എത്രയോ 2-3 കൊല്ലമായി. ആഹാരം കഴിച്ചിട്ടെന്ന് വേണേൽ പറയാം, എൻ്റെ കൂടെ ഉള്ളവർക്കറിയാം. ഇത്തിരി കഞ്ഞി കഴിക്കും, അതൊരു ഉച്ചക്ക് കഴിക്കും, പിന്നെ വല്ല ദോശ ഇഡ്ഡലിയെ കഴിക്കും. ഈ 2 അല്ലാതെ വേറെ ഒരു സാധനം കഴിക്കാൻ പറ്റത്തില്ല. ഇതന്നെ മാറിയും മറിച്ചും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് നോ കംപ്ലൈൻറ്റ്. ആരോടും ഞാൻ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല. ചില സമയത്ത് ഒന്നുമില്ലാതെ വരും. പക്ഷേ അപ്പോഴേ ഇതുപോലുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ പീഡാസഹനങ്ങളോട് നമ്മളത് ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. കർത്താവ് പത്രോസിൻ്റെ കാലെ പിടിച്ച് കഴുകിയപ്പോഴേ പത്രോസ് കാല് വലിച്ചു കളഞ്ഞു. അപ്പം മനുഷ്യന് കാല് വലിക്കണ ഒരു സ്വഭാവം പണ്ട് മുതലേ ഉള്ളതാണ്. എന്നെ കഴുകണ്ടെന്ന് പറയും. അപ്പം കർത്താവ് പറയും, നിനക്ക് എൻ്റെ കൂടെ പങ്കാളിത്തം വേണോ എങ്കിൽ ഞാൻ നിന്നെ കഴുകണമെന്ന് പറയും. അപ്പം കർത്താവ് നമ്മളെ കഴുകണത് എപ്പോഴും ഒരുതരം പീഡാസഹനങ്ങളിലൂടെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമ്മൾ അംഗീകരിക്കാത്തൊരു മരുമകളോ അമ്മായിയമ്മയോ അയൽവാസിയോ ഓഫീസിലുള്ള വ്യക്തിയോ നമുക്ക് പാരയും സൂചിയും തരുന്ന ആരെങ്കിലും ഉണ്ടായാൽ കഴുകൽ നടക്കും കൃത്യമായിട്ട്. പക്ഷേ നടക്കേണ്ടത് എന്താണ്? ഇത് യേശുവിൻ്റെ പീഡാനുഭവത്തോട് നമ്മൾ ചേർത്ത് വെക്കാനുള്ള കഴിവ്. യേശുവിൻ്റെ പീഡാനുഭവത്തോട് നിൻ്റെ ജീവിതാനുഭവങ്ങളെ ചേർത്ത് വെക്കാൻ നിനക്ക് എടുക്കണ സമയം ഭയങ്കര സീരിയസ് ആണ്. വാട്ട് ഈസ് യുവർ സ്പിരിച്വാലിറ്റി എന്ന് ചോദിച്ചാൽ, ദ ടൈം യു കൺസീവ് ടു റിസീവ് ദ മെസ്സേജ് ത്രൂ യുവർ സഫറിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ എന്താണ് യേശുവിൻ്റെ പീഡാനുഭവത്തിലുള്ള നിങ്ങളുടെ പങ്കാളിത്തം എന്ന് ചോദിച്ചാൽ, ഒരു ക്ലേശം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള നീ ജീവിതത്തെ അനുഭവിക്കുന്ന സഫറിങ്, സങ്കടങ്ങൾ, അത് യേശുവിൻ്റെ നാമത്തിൽ എടുക്കാൻ നിനക്ക് എത്ര കാലം ആവശ്യമാണ്? 1 കൊല്ലമോ അല്ല 10 കൊല്ലമോ അല്ലെങ്കിൽ 1 കൊല്ലമോ അല്ലെങ്കിൽ 1 മാസമോ അല്ലെങ്കിൽ 1 ആഴ്ചയോ? ദൈവ പൈതലേ, അതായത് നിൻ്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്ന ഏത് പാഷൻസ്, ഏത് സഫറിങ് ആയാലും അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏറ്റെടുക്കാൻ വാട്ട് ടൈം യു നീഡഡ്, എന്ത് സമയം നിനക്ക് ആവശ്യമാണ്? 10 കൊല്ലമാണോ നിനക്ക് ആവശ്യമുള്ളത്? നിൻ്റെ ഭർത്താവിൻ്റെ സംശയം, നിന്നോടുള്ള സംശയം, നിൻ്റെ ഭാര്യയുടെ തോന്നിയവാസത്തിലുള്ള നിനക്കുള്ള സങ്കടങ്ങൾ, അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവനോടുള്ള സ്നേഹത്താൽ ഏറ്റെടുക്കാൻ വാട്ട് ടൈം യു നീഡ്, എന്ത് സമയം നിനക്ക് വേണം? നിനക്ക് 10 കൊല്ലം വേണോ? എന്നാൽ നീ പുനരുത്ഥാനത്തിൽ നിന്ന് 10 കൊല്ലം അകലെയാണ്. നിനക്ക് 1 കൊല്ലം മതിയോ? എങ്കിൽ നീ പുനരുത്ഥാനത്തിൽ നിന്ന് 1 കൊല്ലം മാത്രം അകലെയാണ്. നിനക്ക് 1 മാസമോ 1 ആഴ്ചയോ 1 ദിവസമോ വേണോ എങ്കിൽ മാത്രം മതിയോ? എങ്കിൽ പുനരുത്ഥാനത്തിൽ നിന്ന് അടുപ്പമാണ്. ദൈവരാജ്യം, യേശു ക്രിസ്തു പറയും, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെ അല്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം എന്ന് പറയണത് യേശു ക്രിസ്തു ആണെങ്കിൽ യേശു ക്രിസ്തുവിനോടുള്ള അടുപ്പവും അകലവും അളക്കുന്ന ഒരു വിഷയമായിട്ട് മാറുന്നു ദൈവവചനത്തിൽ. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അവിടുത്തെ സാന്നിധ്യത്തെ നന്ദി പറയുന്ന കർത്താവേ, എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കാൻ, കുടുംബജീവിതത്തിലെ എല്ലാ ഭാരങ്ങളും വേദനകളും നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പീഡാസഹനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോടുകൂടി കൂട്ടിവെക്കാൻ, ചേർത്ത് വെക്കാൻ, സമർപ്പിക്കാൻ നീ എടുക്കുന്ന സമയമാണ് യേശുവിനെ അറിയാനുള്ള സമയം. ആ സമയം തന്നെയാണ് നിൻ്റെ പുനരുത്ഥാന ആസ്വാദനത്തിന് നിൻ്റെ ആത്മാവെടുക്കുന്ന സമയം. അതുകൊണ്ടാണ് ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ഇതൊരറിവാണ്. വാട്ട് എവർ ഹാപ്പൻ ടു us,
ഇറ്റ് മസ്റ്റ് ബി നോൺ, ഇറ്റ് മസ്റ്റ് ബി സീൻ ത്രൂ ദ ഐസ് ഓഫ് ജീസസ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് ഉണ്ടായാലും അത് കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കാണാൻ നീ എടുക്കുന്ന സമയം തന്നെയാണ് ഉത്ഥാനത്തിൻ്റെ അനുഭവ സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം? ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17:3 ഏറ്റു പറഞ്ഞ്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. അതായത് എല്ലാ വിഷയങ്ങളിലും ഇപ്പോൾ പലതരത്തിലുള്ള രോഗികൾ, ഇപ്പോൾ ക്യാൻസർ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, കരൾ രോഗികൾ, അതുപോലെ തന്നെ ഈ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളില്ലേ, അതുപോലെയുള്ള രോഗികളെ ഒക്കെ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവരുടെ തലയെ കൈവെക്കുമ്പോൾ കർത്താവ് ചിലരോട് പറയും ഇത് സുഖപ്പെടും, പക്ഷേ ഇത് സുഖപ്പെടുത്തില്ല, ഇത് നീ അവൻ്റെ അമ്മയോട് പറയണം, അവൻ്റെ അപ്പനോട് പറയണം. അപ്പനും അമ്മയുമാണ് മക്കളുടെ കാര്യത്തിൽ. മക്കളുണ്ടാക്കുന്ന അധ്വാനം ഇല്ലേ മക്കളെ, മക്കളുണ്ടാക്കുന്ന അവർ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മാതാപിതാക്കന്മാർക്ക് വേണ്ടി അല്ലേ, അടിസ്ഥാനപരമായിട്ട്. പിന്നെയാണ് സഹോദരങ്ങൾ വരണത്. നമ്മൾ വേലയെടുക്കുന്ന ആർക്ക് വേണ്ടിയാണ്? മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം വരണത്. ഇതുപോലെ നമ്മുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും അല്ലേ? നമ്മുടെ മക്കളുടെ വരുമാനത്തിൻ്റെ ആദ്യ പങ്കാളി ആരായിരിക്കും? മാതാപിതാക്കന്മാരായിരിക്കും. കല്യാണം കഴിക്കുമ്പോൾ പ്രഥമ പങ്കാളി വൈഫായിട്ട് അല്ലെങ്കിൽ ജീവിത പങ്കാളി ഭർത്താവായിട്ട് വരും. ഈ ബന്ധങ്ങളിലെല്ലാം ഭൗതിക വരുമാനത്തിൻ്റെ അതേ അവകാശികൾ തന്നെയാണ് അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെ അവകാശികളും. ഈ കൊടുത്ത പോയിന്റ് പറഞ്ഞു മനസ്സിലായ? അതായത് ഒരു ഭൗതിക വരുമാനത്തിൻ്റെ പ്രഥമ അവകാശികൾ ദ്വിതീയ അവകാശികൾ തന്നെയായിരിക്കും അവരുടെ ആത്മീയ വരുമാനത്തിൻ്റെയും അവകാശികൾ. നീ മക്കൾക്ക് വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ സഹിക്കുമ്പോൾ, അതുപോലെ തന്നെ മക്കൾ മാതാപിതാക്കന്മാർക്ക് വേണ്ടി സഹിക്കുമ്പോൾ, നിങ്ങൾക്കുള്ള കൃപയുടെ അലോട്ട്മെൻറ്റ് ആർക്ക് വേണ്ടി നിങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ദൈവിക ആഗ്രഹപ്രകാരം ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തെ പ്രതി അത് ഏറ്റെടുക്കുന്നുവോ അവർക്ക് ആ കൃപയുടെ പങ്കാളികൾ അവരായിരിക്കും. ഇപ്പോൾ എന്നോട് ഓട്ടിസം ഉള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ചില ഓട്ടിസം മാറാൻ പാടാണെന്ന് തന്നെ ഇത് അവർക്ക് കൊടുത്തിരിക്കുന്ന വിശുദ്ധീകരണ നടപടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഈശോയോട് പറയും, ഈശോ ഞാൻ ഈ കുഞ്ഞിൻ്റെ ഓട്ടിസമുള്ള കുഞ്ഞിൻ്റെ ശിരസ് കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? ഈ കുരിശ്, ഇത് കുരിശാണല്ലോ, ഈ കുരിശിൽ നിന്നുണ്ടാകുന്ന പൂക്കൾ, ഉയർപ്പിൻ്റെ പൂക്കൾ, ഉത്ഥാനത്തിൻ്റെ പൂക്കൾ, ഉയർപ്പിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം, ഇത് മുഴുവനായിട്ട് അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ കഞ്ഞിയും കപ്പയും മീനും ഇറച്ചിയും മുതലായ രോഗസൗഖ്യമാരായ ഭൗതിക കാര്യങ്ങൾ മാത്രമല്ല, അതൊരു 10%. നിത്യതയോളം നിലനിൽക്കുന്ന കൃപയാൽ നീ നിറയപ്പെടാൻ വേണ്ടി ചില സമയത്ത് നിനക്ക് കർത്താവ് അങ്ങനെ ഒരു കുഞ്ഞിനെ തന്നാൽ അത് കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന അനുസരിച്ച് കൊണ്ട് നിത്യതയിൽ നിൻ്റെ ഓഹരി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാനത് പറഞ്ഞതിൻ്റെ അർത്ഥം. ശ്രുതികട ഹല്ലേലൂയ. ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കാനെടുക്കുന്ന സമയം തന്നെയാണ് യേശുവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആനന്ദം അനുഭവിക്കാനെടുക്കുന്ന സമയം ഭയങ്കര സീരിയസ് വിഷയമാണ്. ഇനി ഇതിൻ്റെ വേറെ രസം, ഈ സമയം എങ്ങനെ ചുരുക്കാം? അവർ നെക്സ്റ്റ് പോയിൻ്റ് എന്താണ് പറയണത്? ഒരു വേദന യേശുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള സമയം എങ്ങനെ ചുരുക്കാം എങ്കിൽ നിൻ്റെ പുനരുത്ഥാനത്തെ അനുഭവത്തിൻ്റെ സമയവും ചുരുക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായ? നിൻ്റെ ജീവിതത്തിൽ വരുന്നൊരു വേദന, അയൽവാസിയുടെ പാരവെപ്പോ സൂചിവെപ്പോ കള്ളക്കേസ് കൊടുക്കുകയോ നീ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി പോലീസുകാരൻ നിന്നെ ചെയ്യാത്ത ഗുരുതരം അടിക്കുകയോ എന്നാ ചെയ്താൽ നമ്മ രക്ഷപ്പെട്ടേ?
നമ്മൾ രക്ഷപ്പെട്ടെ. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ ഒരു ചേച്ചി എന്നോട് പറഞ്ഞേ, എൻ്റെ അച്ഛാ, എന്നെ ഒരു കാരണമില്ലാതെയാണ് ഇപ്പോൾ ഭർത്താവ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇപ്പം കർത്താവിനെ പോലെ ആയില്ല, രക്ഷപ്പെട്ടില്ല എന്ന് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഇപ്പം കർത്താവിനെ പോലെ ആയില്ല, രക്ഷപ്പെട്ടില്ലെന്ന്. അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, കർത്താവല്ലേ ഒരു കാരണമില്ലാതെ പീഡനം മേടിച്ചത്. അതാണ് സാധനം. പക്ഷെ അത് പെട്ടെന്ന് തോന്നണം നമുക്ക്. അതിനാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രസംഗന. ജഡാത്മാവാണെങ്കിൽ ഒരിക്കലും തോന്നത്തില്ല. ഇപ്പം കർത്താവിനെ പോലെ ആയല്ലോ എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ എന്താ കാര്യം? സംശയം കൊണ്ട് ഇടിമേടിച്ചതാണ് ഈ പരിപാടി. ഒരു കാരണമില്ല അതിനകത്ത്. അതൊക്കെ സംശയ രോഗമാണ്, അതുകൊണ്ട് ഇടിമേടിച്ചതാണ്. അപ്പോൾ ഒരു കാരണമില്ല അതിന് ഇടിച്ചെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം കർത്താവിനെ പോലെ ആയല്ല. അപ്പോൾ അവർക്ക് വിറഞ്ഞ് എൻ്റെ അടുത്ത്, എന്താണ് അച്ഛൻ ഇങ്ങനെ പറയണത്, കർത്താവിന് സംശയ രോഗമാണെന്ന്. അതാണ് അവർ ചോദിക്കണത്. ഞാൻ പറഞ്ഞ, അല്ല, കർത്താവാണ് കാരണം കൂടാതെ ഒരു കാരണമില്ലാതെ അടി വാങ്ങിച്ചത്. അവർ കാരണം കൂടാതെ എന്നെ പ്രഹരിച്ചു എന്നല്ലേ ബൈബിൾ പറയണത്. അപ്പോൾ ഒരു കാരണമില്ലാതെ നീ ഒരു പീഡാനുഭവം, നിന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി, നിന്നെ കള്ളക്കേസിലാക്കി. അപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയതെന്ന് ചോദിച്ചില്ലേ? ഒരു കാരണമില്ലല്ലോ. അപ്പോൾ നമ്മളോർക്കും അപ്പോൾ നമുക്ക് വൈരാഗ്യം, വിദ്വേഷം, നിരാശ, എല്ലാ വികാരങ്ങളും കയറും. കാര്യം നമ്മൾ പ്രതിയല്ലല്ലോ ഇതിൻ്റെ അകത്ത്, എന്നിട്ട് നമ്മൾ ശിക്ഷിക്കപ്പെടുന്നില്ലേ? പക്ഷേ ആ സമയത്ത് സെക്കൻഡുകൾക്കുള്ളിൽ നിനക്ക് പറയാൻ പറ്റണം, കാരണം കൂടാതെ പീഡാനുഭവിച്ചത് ഈശോയാണ്. അപ്പം ഞാൻ ഈശോയുടെ കൂടെ കൂട്ടി വെക്കുമ്പോൾ ഞാൻ ഈശോനെ പോലെയാകും. ഈശോനെ പോലെ ആയല്ലോ, കറക്റ്റല്ലേ? അത് ഇതിനെടുക്കണ സമയം, അത് നിനക്ക് ഉണ്ടാകുന്ന വൈകാരിക ആഘാതങ്ങളും വേദനകൾക്ക് നീ അത് കർത്താവിനെ പ്രതി എടുക്കുന്ന സമയം. ചിലർക്ക് 10 കൊല്ലം എടുക്കും, ചിലർക്ക് ചത്താലും എടുക്കത്തില്ല. ചിലർ വെറുപ്പോടെ മരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഞാൻ എത്ര അടുത്ത് പോയിരുന്നവർ മരിക്കാൻ നേരത്ത് ഒടുക്കത്തെ കൊടുത്ത് കുർബാന കൊടുത്ത് ഉപദേശിച്ചാലും അവർ വെറുപ്പോടെ തന്നെ മരിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ 1500 പേരെങ്കിലും ഞാൻ ഒടുക്കത്തെ കൊടുത്തിട്ടുണ്ട്. മരിക്കാൻ നേരത്ത് ഒരു 200 പേരുടെയെങ്കിലും കൂടെ ഞാൻ മരിക്കണ സമയത്ത് കരം പിടിച്ച് കൂടെ ഇരുന്നിട്ടുണ്ട്. അവർ ജീവൻ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ കൈവിടത്തുള്ളായിരുന്നു. അങ്ങനെ ഒക്കെ നോക്കുമ്പോഴും എൻ്റെ മനസ്സിൽ അവസാന നിമിഷം വരെ വെറുപ്പ് മാറാതെ കർത്താവിലേക്ക് ജീവൻ വെടിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലർ കണ്ണുകൊണ്ട് കാണുക, ചെവി കൊണ്ട് കേൾക്കുക, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുക അസാധ്യം. അവരെ ഹൃദയം കഠിനമാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവസാന നിമിഷം വരെ ഹൃദയം കഠിനമാക്കുന്നതും കണ്ണുകൊണ്ട് കാണുന്നതും തമ്മിൽ ബന്ധമുണ്ട്. ഈ കണ്ണല്ല ഉദ്ദേശിക്കുന്നത്, ആന്തരിക നേത്രമാണ്. ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നുവെന്ന് പറഞ്ഞ അപ്പോസ്തലന്മാർ പറഞ്ഞ ആന്തരിക നേത്രമില്ലേ? എല്ലാ കാഴ്ചകളും ദൈവം കാണുന്ന പോലെ കാണാനുള്ള കഴിവിനാണ് ആന്തരിക നേത്രമെന്ന് പറയുന്നത്. എഫേസ്യസ് 1:18. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, അങ്ങേപോലെ ജീവിക്കാൻ, അങ്ങേപോലെ ആയിത്തീരാൻ കർത്താവേ, ഇപ്പോൾ ആരാധനയിൽ പങ്കെടുക്കുന്നവര്, ഉടമ്പടി നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര്, ഓരോ മക്കളുടെ മേലും കൃപ ചൊരിയണമേ. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. എഫേസ്യസ് 1:18. ഏത് തരത്തിലുള്ള പറഞ്ഞേ ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയുവാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അപ്പോൾ എന്ത് സംഭവിച്ചാലും ആരിലൂടെ സംഭവിച്ചാലും വിശുദ്ധർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന
മഹത്വത്തിൻ്റെ സമൃദ്ധി. അവിടെ മഹത്വത്തിൻ്റെ സമൃദ്ധി എന്നാണ് പറയണത്. മഹത്വം എന്ന് പറയുമ്പോൾ പാല് തന്നെയുണ്ട്, നല്ല കട്ടിപ്പാലുണ്ട്, വെള്ളം ചേർത്ത പാലുണ്ട്. പാലും വെള്ളവും കൂടി പാലിനേക്കാൾ കൂടെ ഒരു വെള്ളമുള്ളവരുണ്ട് അല്ലേ, അങ്ങനെ ചേർത്തൊക്കെ കൊടുക്കും. അതുപോലെ സമർത്ഥം എന്ന മഹത്വത്തിൽ തന്നെ സമൃദ്ധിയുടെ വിഷയങ്ങളുണ്ട്. അപ്പം ചില ആൾക്കാർ എന്നോട് പറയുക, അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു വെച്ചാൽ, ചില 10-50 വയസ്സുള്ള ആണുങ്ങൾ വന്നിട്ട് മരിച്ചുപോയ അപ്പനെക്കുറിച്ച് പുച്ഛത്തോടെ സംസാരിക്കും. അപ്പൻ പെണ്ണുപിടിയനൊക്കെ ആയിരുന്നു വെച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കുറേ വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു, അപ്പം അതെല്ലാം വിറ്റ് തുലച്ച് ഇപ്പം മക്കൾ കിടന്ന് വിഷമിക്കുകയാണ്. ഇങ്ങനെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് തന്നിട്ട് പോയ ദുഃഖങ്ങൾ ഇനി നമുക്ക് ഇപ്പോഴും നിരാശയാണ്. നമുക്ക് ഈ നിരാശയെപ്പോലും നമുക്ക് പ്രത്യാശയാക്കി മാറ്റാൻ പറ്റും. എന്താ കാര്യം? ഇത് ക്രിസ്തുവിന് കാലമില്ല. ക്രിസ്തുവിന് കാലമില്ലാത്തത് കാരണം ഇന്നലെ ഇല്ല, നാളെ ഇല്ല, എവർ പ്രസൻറ്റാണ്, നിത്യവർത്തമാനത്തിലാണ്. അതുകൊണ്ട് ഇന്നലെ സംഭവിച്ച കാര്യം ഇന്ന് സംഭവിച്ച പോലെയാണ് ക്രിസ്തുവിന്, നാളെ സംഭവിക്കാൻ പോണതും ഇന്ന് സംഭവിക്കണ പോലെയാണ് ക്രിസ്തുവിന്. അതുകൊണ്ട് അപ്പൻ കഴിഞ്ഞ ഭൂതകാലത്ത് നിന്നോട് ചെയ്തിട്ടുള്ള അപരാധങ്ങൾ ക്ഷമിച്ചാൽ ഇപ്പോൾ ക്ഷമിക്കുമ്പോഴും അത് നിനക്ക് വരുമാനമായി, കൃപയുടെ വരുമാനമായി, ക്രിസ്തുവിൻ്റെ ദാനമായി മാറും. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നിറയ്ക്കണമേ. കാരണത്തിന് ഇനി ഒരു കാര്യം കൂടി പറയാം, എന്നിട്ട് നമുക്ക് രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. അതായത് പുനരുത്ഥാനത്തിന് ഒരു വ്യക്തിക്കുണ്ടാകുന്ന പീഡാസഹനങ്ങൾ, സങ്കടങ്ങൾ, മാനസികവും ശാരീരികമായ ക്ലേശങ്ങൾ, അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ പ്രതി ഒരു വ്യക്തി കാഴ്ചവെക്കുന്നത് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്താണ്. അതിനോട് കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് പുനരുത്ഥാനത്തിൻ്റെ ആ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ പുനരുത്ഥാനത്തിൻ്റെ പങ്ക് നമുക്ക് ലഭിക്കും. പക്ഷെ പ്രശ്നം അതല്ല. ഒരു വ്യക്തിക്ക് അവന് ഉണ്ടാകുന്ന ശാരീരികമായ ക്ലേശങ്ങളോ മാനസികമായ ആഘാതങ്ങളോ ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തോട് ചേർത്ത് വെച്ച് പുനരുത്ഥാനത്തിൻ്റെ പങ്കാളിയാകാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി എടുക്കണ സമയം, ആ സമയം ഞാൻ പറഞ്ഞു, ചിലർ 10 കൊല്ലം എടുക്കും, ചിലർ 5 കൊല്ലം എടുക്കും, ചിലർ ഒരു കൊല്ലം എടുക്കും, ചിലർ 1 മാസം എടുക്കും, ചിലർ വിത്തിൻ നോ ടൈം, 1 മിനിറ്റ് പോലും എടുക്കത്തില്ല. അതാണ് തത്സമയ സാക്ഷി എന്ന് പറയുന്നത്. അമ്മ പുനരുത്ഥാനത്തിൻ്റെ പിൻസാക്ഷിയും തത്സമയ സാക്ഷിയുമാണ്. കാര്യം അമ്മയുടെ ക്ലേശങ്ങൾ, മാനസികമോ ശാരീരികവുമായി വന്ന ക്ലേശങ്ങൾ ദൈവനാമത്തിൽ ഏറ്റെടുക്കാൻ അമ്മ ഒരു നിമിഷം പോലും എടുത്തില്ലെന്നുള്ളതാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഹൃദയത്തെ സംഗ്രഹിക്കുക എന്നുള്ള ഒരു വാക്കിൽ നിന്നാണ് ആ തത്സമയ സാക്ഷ്യം വരണത്. അമ്മ ഒരു വീട്ടിലും അമ്മയുടെ നിറവേറുമായിട്ട് ചെന്നിട്ട് വീടുകളെല്ലാം മുഖത്ത് അടച്ചിട്ടും ചാണാക്കുഴി വന്ന് പ്രസവിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കാതെ അട്ടടയന്മാർ വന്ന് നോക്കി നിന്നിട്ട് പോയപ്പോഴും ഇത്രയും അനാഥമായി പിന്തള്ളപ്പെടുമ്പോഴും അത് ആന്തരിക നേത്രങ്ങൾ അമ്മയ്ക്കുണ്ടായത് കാരണം എഫേസ്യസിൻ്റെ നമ്മൾ നേരത്തെ വായിച്ച എഫേസ്യസ് 1:18 എന്താണ്? അതായത് ഏത് തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടെ നിങ്ങൾ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിൻ്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അമ്മയുടെ ആന്തരിക നേത്രങ്ങൾ പ്രകാശിപ്പിക്കപ്പെട്ടത് കാരണം അമ്മ നിരാകരണങ്ങളൊന്നും അനുഭവിച്ചില്ല. ആരും അമ്മയെ പ്രസവിക്കാൻ വേണ്ടി ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാത്തപ്പോഴും അവസാനം കാലിത്തൊഴുത്തിൽ വന്ന് പാതിരാത്രിക്ക് കിടന്ന് പ്രസവിക്കേണ്ടി വന്നപ്പോഴും അമ്മയുടെ മനസ്സെല്ലാം ആന്തരിക നേത്രം തുറന്നിരിക്കുകയായിരുന്നു. അത് കാരണം ആ ഇരുട്ടമ്മ കണ്ടില്ല. അമ്മ കണ്ടത് എന്താണ്? ലഭിക്കാനിരിക്കുന്ന മഹത്വം. ദൈവവേദനേ, നിന്റെ ക്ലേശങ്ങളുടെ കാലത്ത്
മാനസികമായോ ശാരീരികമായോ നീ പീഡിപ്പിക്കപ്പെട്ടാൽ നിൻ്റെ ആന്തരിക നേത്രം തുറന്നിരിക്കുകയാണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളോട് അത് കൂട്ടുവെക്കാനുള്ള വിശ്വാസം നിൻ്റെ ആന്തരിക നേത്രങ്ങളെ തുറക്കും. ആന്തരിക നേത്രം തുറക്കുമ്പോൾ നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ 1:18 വായിക്കത്തില്ലേ? റോമാലേഖനത്തിൽ 18:1 റോമാലേഖനം നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവം നേരിട്ട് പറഞ്ഞേ, നമുക്ക് ലഭിക്കാനിരിക്കുന്ന വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവത്തിലെ ഒരു വിശ്വാസി എന്തോർക്കണം? ക്ലേശങ്ങളുടെ മുഖത്ത് എന്താണ് ഓർക്കേണ്ടത്? ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ. ഈ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെ ഓർക്കാൻ നീ എടുക്കുന്ന സമയമാണ് നിന്റെ പുനരുത്ഥാനത്തിൻ്റെ അനുഭവ സമയം. കൈയടിച്ച് കർത്താവോട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. അപ്പം കഷ്ടതകൾ എന്ന് പറയുമ്പോൾ ദൈവം ഉടനെ പറയും നിസ്സാരമാണെന്ന് പറയും. ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം പറയും അത് നിസ്സാരമാണെന്ന് പറയും. ഇതാ സംഭവം. ബാങ്കുകാരൻ വന്ന് 2 കോടിക്ക് ജപ്തി ചെയ്യാൻ പോണ്, നാണം കെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോണെന്ന് പറയുമ്പോൾ കർത്താവ് പറയും നിസ്സാരമാണെന്ന് പറയും. എന്താ കാര്യം? അത് റോമ 18:5 വെച്ചാൽ എന്താണ്? ആന്തരിക നേത്രങ്ങൾ എഫേസ്യൻസ് 1:18 അനുസരിച്ച് കൊണ്ട് തുറന്നിട്ടുണ്ടെങ്കിൽ, റോമ 18:1 അനുസരിച്ച് കൊണ്ട് നിനക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടത, ഇന്നത്തെ കഷ്ടത നിസ്സാരമാണെന്ന് ആരനുഭവിക്കുന്നുവോ അവൻ്റെ ആന്തരിക നേത്രങ്ങൾ തുറന്നിരിക്കുന്നു. അവൻ മഹത്വം കാണുന്നു. അവനാണ് പുനരുത്ഥാനത്തിൻ്റെ തത്സമയ സാക്ഷി. അമ്മ പുനരുത്ഥാനത്തിൻ്റെ തത്സമയ സാക്ഷിയാണ്. എന്താ കാരണം? അട്ടടയന്മാർ പോയപ്പോൾ പരിക്കന്മാർ ലഭിക്കാതിരിക്കുന്ന ചാണാക്കുഴി കിടന്ന് ആരോരുമില്ലാതെ അനാഥ പ്രേതം പോലെ പ്രസവിക്കേണ്ടി വരുമ്പോഴും അതെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ, വിശ്വാസത്തോടെ സ്നേഹത്തോടെ കാഴ്ചവെച്ചാൽ തനിക്ക് തൻ്റെ മകൻ്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിത്തം ലഭിക്കുമെന്ന് ആദ്യം വിശ്വസിച്ച പുനരുത്ഥാനത്തിൻ്റെ പിൻസാക്ഷി, തത്സമയ സാക്ഷി അമ്മ. കൈയിടിച്ച് കിടന്നിട്ടുള്ള പുനരുത്ഥാനത്തിന്റെ തത്സമയ സാക്ഷിയെ ഞങ്ങൾ അങ്ങയിലൂടെ ഈശോയെ ആരാധിക്കുക. ഇതെല്ലാം അമ്മയ്ക്ക് എങ്ങനെയാണ് സാധിച്ചത്? ഇത്രയും സ്പീഡായിട്ട് തൻ്റെ വിനാശകരങ്ങളെ കർത്താവിൻ്റെ പുനരുത്ഥാനത്തോടും ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോടും കൂട്ടിവെക്കാൻ അമ്മയ്ക്ക് സമയമെടുക്കാൻ എന്താണ്? സമയത്തെ കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ചാലകശക്തി എന്താണ്? ദൈവസ്നേഹമാണ്. ദൈവത്തിലെ നീ എന്തിനു വേണ്ടി അന്വേഷിച്ചാലും ആദ്യം അന്വേഷിക്കേണ്ടത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച എൻ്റെ ഇടവപ്പള്ളിയിൽ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയാവോ? എൻ്റെ മനസ്സിൽ കർത്താവ് തന്ന വചനം, ഞാൻ മണവാളനാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് നേരത്തെ അറിയാമെന്ന് പറഞ്ഞു. എന്താ കാരണം വെച്ചാൽ ഞാനിത് സ്വമേധയാ സമർപ്പിക്കണതാ, ആരും എന്നിൽ നിന്ന് പിടിച്ചെടുക്കണില്ല. നമ്മുടെ യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ ഒരു 10:18 ഉണ്ട്, ഞാനിത് സ്വമേധയാ സമർപ്പിക്കണതാണെന്ന്. അപ്പോൾ ഉടനെ ഞാൻ ജനങ്ങളോട് പറഞ്ഞു, അവൻ മണവാളനായിട്ടാണ് എതിരേറ്റ് വരേണ്ടത് ഓശാനിക്ക്. കാരണം കല്യാണം കഴിക്കാൻ വേണ്ടി വരുമ്പോൾ പുരോഹിതൻ ജീവിത പങ്കാളി വരനോടും വധുവിനോടും എന്താ പറയണത്? നീ നിൽക്കുന്ന ഭാര്യയെ നിൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും
സ്വാതന്ത്ര്യത്തിനും കൂടിയാണോ? അതാണ് ചോദ്യം, അല്ലേ? ഈ നിൽക്കുന്ന ഇന്ന വ്യക്തിയെ നിൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നത് ആരുടെയും സമ്മർദ്ദം കൂടാതെയും പൂർണ്ണമായ അറിവോടും സ്വാതന്ത്ര്യത്തിനും കൂടിയാണോ? അപ്പം കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടിയും ആരുടെയും സമ്മർദ്ദം കൂടാതെയുമാണ് ഞാൻ സഭയ്ക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, പാപത്തിന് പരിഹാരമായി ക്രൂശിക്കപ്പെടുന്നത്. അതാണ് ഈശോ മണവാളനാണെന്ന് പറയണത്. അവനത് ചെയ്തത് എങ്ങനെയാണ്? നമ്മളോടുള്ള പരിപൂർണമായ സ്നേഹത്താൽ, ആരോടും സമ്മർദ്ദമില്ലാതെ, ആരുടെയും സമ്മർദ്ദമില്ലാതെ, പൂർണ്ണമായ അറിവോടാണ് ദൈവപൈതലേ എനിക്ക് നിനക്ക് വേണ്ടി കർത്താവ് ക്രൂശിക്കപ്പെട്ടതെങ്കിൽ അത് എൻ്റെയും നിൻ്റെ പുനരുത്ഥാനം സംഭവിക്കണത് അവനും നമ്മോടുള്ള സ്നേഹത്തിൻ്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് ദൈവപൈതലേ, നിനക്ക് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിൽ ആണ് നീയെങ്കിൽ അത് നിനക്ക് പുനരുത്ഥാനത്തിന് പങ്കാളിയാകണം. മാത്രമെങ്കിൽ നീ കർത്താവിൻ്റെ സ്നേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവസ്നേഹം നിറയുമ്പോൾ ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞാൽ മുഴുവനും ദൈവസ്നേഹം നിറഞ്ഞവളെ എന്നാണ് അമ്മയെ വിളിച്ചത്. കരുത്തോമനെ, കരുത്താസ് എന്നൊക്കെ പറയുമ്പോഴെല്ലാം സ്നേഹം തന്നെയാണ്. കൃപയെന്നൊക്കെ തർജ്ജമ ചെയ്താലും ഹൃദയം നിറഞ്ഞ് സ്നേഹമുള്ളവളെ, ദൈവത്തോടും മനുഷ്യനോടും മനുഷ്യന് രക്ഷയ്ക്ക് സ്നേഹമുള്ളവളെ എന്നാണ് മാലാഖ അമ്മയെ വിളിച്ചത്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. കൃപ അവിടെ സ്നേഹമാണ്. ദൈവത്തോടും മനുഷ്യരോടും ദൈവമാതാവിനുണ്ടായിരുന്ന സ്നേഹമാണ് സമയം ചുരുക്കിക്കളഞ്ഞത്, പുനരുത്ഥാനത്തിൻ്റെ സമയം ചുരുക്കിക്കളഞ്ഞത്. താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങൾ ദൈവനാമത്തിലാണ് തിരിച്ചറിയാൻ ഹി ഹാസ് ടേക്ക് നോട്ട് ടൈം. അവൾ സമയമെടുത്തില്ല. നീ ഞാനും എന്നാണ് ക്ലേശങ്ങൾക്ക് ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് സന്തോഷത്തിന് കാരണമായി യേശുവിൻ്റെ നാമത്തെ ഏറ്റെടുത്തുകൊണ്ട് സമയമെടുക്കാത്തത് നമ്മളും. ആരാണ്? എൻ്റെ അമ്മ സമയമെടുക്കാത്തവളാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവസ്നേഹത്താൽ നമ്മളും സഹനത്തിന് ആന്തരിക പൊരുളനുസരിച്ച് മനസ്സിലാക്കാൻ സമയമെടുക്കാതിരിക്കുന്നത്. അങ്ങനെ സമയമെടുക്കാത്ത പുനരുത്ഥാനത്തിൻ്റെ അമ്മയെപ്പോലെ തത്സമയ സാക്ഷിയാകാൻ ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. അതിശക്തമായി സ്തുതിക്കട്ടെ. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, പുനരുദ്ധാരത്തിന് അമ്മയെ പോലെ തത്സമയ സാക്ഷിയായി തീരാൻ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമേ. ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ആശീർവദിക്കണമേ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. മക്കളെ, ശരീരഭാഗങ്ങളിൽ രോഗമുള്ളിടത്ത് രോഗികളെ ഇപ്പോൾ കൈവെക്കേണ്ടതാണ്. ഇപ്പോൾ ഈശോ നിങ്ങളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ട് ഈ അൾത്താരയ്ക്ക് ഒരു സാക്ഷ്യം പറയാൻ എന്നെ വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. രോഗികളെ കർത്താവേ, അനേകം രോഗികൾ കർത്താവേ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമേ, രോഗമുള്ളിടത്തെല്ലാം കൈവച്ചുകൊണ്ട് യേശുവേ രക്ഷക എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കട്ടെ. എൻ്റെ കർത്താവേ, നിന്റെ തിരുമുറുമാർന്ന വലതുകര, കർത്താവേ അങ്ങയുടെ തിരുമുറുമാർന്ന വലതുകര, രോഗമുള്ള ഇടത്തെല്ലാം വെക്കുന്ന കൈകൾ വെക്കുന്ന മക്കളുടെ അടിപ്പിണർ പോലെ, വൈദ്യുത ആഘാതം പോലെ ദൈവികമായ ശക്തി ആവസിക്കട്ടെ. അന്തർകാലത്ത് നൽകുവനെ, ചെകിടിന് കേട് നൽകുവനെ, ഊമന് സംഭാഷണം നൽകുവനെ, മഹോരോഗ്യപ്പെടുത്തിയവനെ, തലവാര രോഗ്യപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ ഈശോ അത് സ്പർശിക്കുന്ന കർത്താവേ. ഉടൽ രോഗങ്ങള്, ഉടൽ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ആരോഗ്യ രോഗങ്ങള്, മാറാരോഗങ്ങള് നിന്റെ കുടുംബത്തിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും നിന്റെ കഷ്ടപ്പാടുകൾ നിനക്ക് വിടുതൽ ലഭിക്കാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണ്. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് അതിന് സാങ്കേതിക ദുരിതം അനുഭവിക്കുന്നവർ, അതിൻ്റെ വിടുതലിന് വേണ്ടി മക്കളില്ലാത്തവർ, വിവാഹം ഒത്തുവരാത്തവർ, പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, SSCയും PDCയും മറ്റ് ഗ്രാജുവേഷൻ പരീക്ഷകളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കൾ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കട്ടെ.
ചില നൈപുണ്യ പരീക്ഷകളുടെ, മത്സര പരീക്ഷകളുടെ, യോഗ്യതാ പരീക്ഷകളുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, അതിന് ആവശ്യമായ സ്കോർ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സാമ്പത്തിക കടങ്ങൾ വിഷമിക്കുന്നവർ, കുടുംബത്തിൽ കലഹങ്ങളും ഭിന്നതകളും വിവാഹ മോചനത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നവർ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കടകമ്പോളങ്ങൾ, കടമുള്ളവർ, വരുമാനമില്ലാത്തവർ, ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ വരുമാനമില്ലാത്തവർ, കിട്ടാത്തവർ, മറ്റു വരുമാന മാർഗങ്ങൾ അന്വേഷിക്കുന്നവർ, ഉടമ്പടി ചെയ്തിട്ടുള്ള മുഴുവൻ വിഷയങ്ങളും ദൈവവേദരെ ഇപ്പോഴേ കർത്താവിൻ്റെ നാമത്തിൽ ഓർക്കുക. ഉടമ്പടി ചെയ്തിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ അമ്മയുടെ മധ്യസ്ഥത്തിൽ കർത്താവ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാവുന്ന നിൻ്റെ നാമവും നിൻ്റെ പ്രവൃത്തിയും നിൻ്റെ വചനവും അനുസരിച്ച് ജീവിച്ച് സുവിശേഷത്തിന് സാക്ഷിയായിക്കൊള്ളാവുന്ന അങ്ങയുടെ തിരുസ അമ്മയുടെ മധ്യത്തിൽ യേശുനാമത്തിൽ ഉടമ്പടി ചെയ്തിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഇപ്പോഴും അമ്മേ ഈശോ ഏറ്റെടുക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 35 വർഷം അർപ്പിച്ച കൃപാനയുടെ ശക്തിയാൽ കൃപാസാൽത്താറയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തിൽ നാമത്തിൽ ദുരിതങ്ങള്, രോഗങ്ങള് മാറിപ്പോട്ടെ. സമാപന ആശീർവാദം. മുട്ട നിൽക്കുക. ഹൃദയത്തിൽ വരുന്ന വേദനകളും വിങ്ങലുകളും, നിൻ്റെ ഹൃദയത്തിൻ്റെ വേദന, വിങ്ങല് ഇപ്പോഴും അമ്മ ഏറ്റെടുത്തുകൊണ്ട് നിൻ്റെ കുടുംബത്തിന് സമാധാനം നൽകാൻ പോകുന്ന സമയമാണ്. നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുക. അച്ഛൻ്റെ ആശീർവാദത്തിൻ്റെ സമയത്തും എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ട്, നിൻ്റെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പ്രാർത്ഥിക്കാം. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്ക് കാഴ്ചവെക്കുക. ആശീർവാദം കഴിഞ്ഞും 2-3 അറിയിപ്പുകളുണ്ടായിരിക്കും. ശ്രുതികയുടെ വിഷയങ്ങൾ ഓർക്കുക. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ദിവ്യകാരുണ്യ ഈശോ നിന്നെ ആശീർവദിക്കുകയാണ്. നിന്റെ എല്ലാ വേദനകളിലും, നിന്റെ എല്ലാ നിയോഗങ്ങളിലും, നിന്റെ ഉടമ്പടി നിയോഗങ്ങൾ കർത്താവ് ആശീർവദിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ചപേക്ഷിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കർത്താവേ തീരാവ്യാധികളെയും മാരകമായ രോഗങ്ങൾ കഴിയുന്നവരെയും വ്യത്യസ്തമായ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് നിയോഗങ്ങൾ ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവര്, ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ടുള്ളവര്, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടുള്ളവര്, വെബ്സൈറ്റിൽ തിരിതെളിച്ച് ജീവിത നിയോഗങ്ങളിൽ സമർപ്പിച്ചിട്ടുള്ളവര്, കർത്താവേ യൂക്രിസ്റ്റ് മീറ്റില്, ഗൂഗിൾ മീറ്റിലെ നിയോഗങ്ങൾ സമർപ്പിച്ചിട്ടുള്ളവര്, ഇപ്പോൾ കൃപാസനത്തിൽ ആയിരിക്കുന്നവര്, കർത്താവിന്റെ സമസ്ത നിയോഗങ്ങളുടെ മേല് കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ സമാധാനമില്ലാത്തവര്, തൊഴിൽ രഹിതര്, ഭവനരഹിതര്, സുരക്ഷിതരില്ലാത്തവര്, കുടുംബത്തിൽ സ്വസ്ഥ നഷ്ടപ്പെട്ടു പോയവര്, കർത്താവെ ഇപ്പോൾ ആശീർവദിച്ച് നന്ദി പറയുന്നു. കർത്താവ് വിദേശ യാത്രയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നവര്, പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവര്, IELTS OET എക്സാം എഴുതുന്നവര്, കർത്താവെ B2 ലെവൽ എക്സാം എഴുതി ഒരുങ്ങുന്നവര്, കർത്താവെ ആശീർവദിക്ക് നന്ദി പറയുന്നു. യേശുവേ അവിടുത്തെ കൃപ ചൊരിയുന്നതിന് നന്ദി പറയുന്നു. രോഗങ്ങൾ സൗഖ്യപ്പെടുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഉടമ്പടി നിയോഗങ്ങൾ സ്പർശിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിന്റെ ഉടമ്പടി നിയോഗങ്ങളെ സ്പർശ